CPM-ന്റെ സംഘടനാ പ്രതിസന്ധി വിഷയത്തിലടക്കം മാധ്യമങ്ങളെ സമീപനം സ്വീകരിക്കില്ല. അതിലെന്ത് വേണമെങ്കിൽ പിടിക്കാം. ഒറ്റപ്പെട്ട സംഭവമാണ്. 38,000 പ്രായ സമ്മേളനം നടത്തല്ലോ. ഒറ്റപ്പെട്ട സംഭവമായിട്ടില്ല. അവിടെ ഇവിടെ ഏതെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നല്ലോ. ആ സമ്മേളനങ്ങളിൽ ഇതുപോലെ വളരെ അപൂർവല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 207 ഏരിയ സമ്മേളനം നടക്കാൻ പോവാണ്. എവിടെയും കാര്യം ഗൗരവകരമായി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. അവിടെ സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതി തന്നെയാണ്. സ്ത്രീ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടവരെ കമ്മിറ്റി ഉൾപ്പെടുന്നു, ബാർ മുതലാളിമാരെ ഉൾപ്പെടെ അത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ. ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ. ലോക്കൽ സമ്മേളനവും ഇല്ല, ഏരിയ സമ്മേളനവും ഇല്ല. ഇല്ല ആരും അങ്ങോട്ട് വരുന്ന പ്രശ്നം. ഒറ്റപ്പെട്ട സംഭവം പൂണിത്തറയിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. പൂണിത്തറയിൽ വേറൊരു പ്രശ്നമാണ്. അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കോൺഗ്രസ് ധീരജിനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ SFI നേതാവിനെ കുട്ടിക്കൊമ്മ പഴി എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതിയുണ്ടല്ലോ. ആ രീതിയല്ല CPM-ന്റെ രീതി. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പപ്പോൾ ഇടപെടും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതന്നെയാണ് പാർട്ടി തീരുമാനിക്കും. തിരുവല്ലയിൽ മാത്രമല്ല, എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലുടനീളമാണ് പറയുന്നത്. കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ കാര്യം ബേജാറാവേണ്ട യാതൊരു കാര്യം. അത് ഇതന്നെ അതുപോലെ തന്നെ ചില പ്രശ്നം. സമാന്തരമൊന്നുമില്ല. എന്ത് കൺവെൻഷൻ മുതൽ ആരെങ്കിലും പോയി കൺവെൻഷൻ നടത്തുന്നത് സമാന്തര കൺവെൻഷൻ, ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തി സമാന്തര കൺവെൻഷൻ പറയും. അത് നിങ്ങളുടെ ഭാഷയാണ്, പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ. അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോയി. അതൊന്നും പ്രശ്നമുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. അല്ല, ഞങ്ങൾ എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കൂല. ഒരു സമ്മേളനം അവിടെ നടക്കൂല. തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോടുകൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുള്ളൂ. അത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാവാം, ഒക്കെ ആവാം. പക്ഷേ ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റി വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് കർശന നിർദ്ദേശം കൊടുക്കാനാണ് നിലപാട്. കർശന നിർദ്ദേശമാണ്. ഇനി ആ അഡ്ഹോക് കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുക. ശരി. CPM-ലെ സംഘടനാ വിവാദങ്ങളിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം കേട്ടത്. പാലക്കാടും കൊഴിഞ്ഞാമ്പാറയിലും കരുനാഗപ്പള്ളിയിലും അടക്കം നടക്കുന്ന വിവാദങ്ങളിൽ, പത്തനംതിട്ട തിരുവല്ലയിലെ അടക്കം പ്രശ്നങ്ങളിൽ MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോകും. സംഘടനാ തലത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ചുരുങ്ങിയ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്.